ഹലോ ഡിയർ ആസ്പിരൻസ്, ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് SSC CGLനുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജിയും ഒരു റിവിഷൻ പ്ലാനിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇനി റിവിഷനും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളിലായിരിക്കണം. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 40+ മോക്ക് ടെസ്റ്റ് എങ്കിലും എക്സാമിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് മെത്തേഡുകളും ഒരുപാട് കൺസെപ്റ്റുകളൊക്കെ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും ഈ ലാസ്റ്റ് സമയത്ത് പുതിയ മെത്തേഡുകളോ പുതിയ കൺസെപ്റ്റുകളോ പഠിക്കാൻ നിൽക്കരുത്. ഓൾറെഡി പഠിച്ചിട്ടുള്ള മെത്തേഡുകളെ പോളിഷ് ചെയ്ത് അതിനൊന്ന് ഷാർപ്പൺ ചെയ്യേണ്ട ആവശ്യം മാത്രമാണ് ഈ ലാസ്റ്റ് സമയത്ത് നമുക്കുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺസെപ്റ്റുകളോ മെത്തേഡുകളോ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കേണ്ടതും ഈ സമയത്തെ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം CHSL CPO എക്സാമുകളൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ വരുന്ന CGL എക്സാമിന് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വൊക്കാബുലറിയും അതേപോലെ തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ റൂളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് മുമ്പുള്ള ഒരു 6 മന്തിലെ കറണ്ട് അഫയേഴ്സ് വളരെയധികം മാൻഡേറ്ററി ആണ്. മാത്രമല്ല അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ബുക്സ് ആൻഡ് ഓതേഴ്സ്, അവാർഡ്സ്, അപ്പോയിൻമെൻറ്റ്സ് ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല നമ്മളൊരു 2 ഇയേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും നോക്കി വയ്ക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ജനറൽ നോളജിനും ജനറൽ സയൻസിനും സംബന്ധിച്ചിടത്തോളം നമ്മൾ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. മാത്രമല്ല നമ്മൾ ഓൾറെഡി പഠിച്ച് സെറ്റായിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് അതിനൊന്ന് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ റീസണിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഓൾറെഡി കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സിലെ ചില മെത്തേഡുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് പൊടി തട്ടിയെടുക്കുന്നത് വളരെ നന്നായിരിക്കും. മാത്രമല്ല നമ്പർ സീരീസിലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഏതെങ്കിലും സീരീസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് റീകോൾ ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാമിൻ്റെ ഡേറ്റും ഷിഫ്റ്റ് ടൈമിങ്ങും അറിഞ്ഞാൽ അതേ ടൈമിൽ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഷിഫ്റ്റ് മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫൈനൽ ലാപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി എക്സാമിനേഷൻ ഡേയുടെ അന്ന് നമ്മൾ തിരക്ക് പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക അല്ലെങ്കിൽ എക്സാമിനേഷൻ സെൻറ്ററിൽ തിരക്ക് പിടിച്ചെത്തുക അങ്ങനെ ഒരു സംഭവമൊന്നും വേണ്ട. എല്ലാവരും ഒരു 1 hour മുമ്പെങ്കിലും എക്സാമിനേഷൻ സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള മെത്തേഡുകളും ഓൾറെഡി പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഫോളോ ചെയ്യുന്ന ട്യൂട്ടറിലും നിങ്ങൾ വിശ്വസിക്കുക. ഹൈ കോൺഫിഡൻസോട് കൂടി തന്നെ പോയിട്ട് എക്സാം എഴുതുക. ഈ CGL നിങ്ങൾക്കുള്ളതാണ്. ഓൾ ദ ബെസ്റ്റ്.